കൊച്ചിയിലെ ഒരു ട്രെൻഡിന്റെ കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കര ഒരു ജനക്കൂട്ടം, എന്തോ ഒരു അത്ഭുതം പോലെ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് കാണുന്നു. വണ്ടി ഒന്നും നിർത്താൻ സ്ഥലമില്ലാതെ കുറെ ദൂരമായിട്ട് വണ്ടി നിർത്തിവെച്ച കണ്ടപ്പം എന്താണ് ഇവിടെ സംഭവം എന്ന് കാണാൻ വേണ്ടി പോയപ്പോൾ ആ കിടക്കണ് അവിടെ ഒരു ചായക്കച്ചവടം, വളരെ സിമ്പിളായിട്ട് ചായക്കച്ചവടം നടത്തുന്ന അവിടെ ജനക്കൂട്ടാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താണ് ഇത്, എങ്ങനെയൊക്കെ. അപ്പോൾ പറഞ്ഞു ചായയും ക്രീം ബണ്ണും മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വേറെയും പല സാധനങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ പോയത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ക്രീമാണ് ഈ ബണ്ണിലേക്ക് അവർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതായാലും അത് വാങ്ങാൻ വേണ്ടിയിട്ട് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട്. കാറുകളൊക്കെ ഇപ്പോൾ ഒരുപാട് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കൊടുക്കുന്നു, ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു. പക്ഷെ ഇതിന് ഓർഡർ ചെയ്യാൻ ഒരു പ്രത്യേക രീതിയാണ്. ഈ ഓർഡർ ചെയ്യാൻ നമ്മൾ നോർമൽ അവിടെ പോയി പറഞ്ഞാൽ സാധനം കിട്ടൂല. ഒരു ചേട്ടൻ അവിടെ ഒരു QR കോഡ് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ QR കോഡിൽ നമ്മൾ സ്കാൻ ചെയ്തതിന് ശേഷം ആ QR കോഡ് വഴി നമ്മളെ പേരും നമ്മൾക്ക് എത്ര വേണം എന്നൊക്കെ കൊടുത്തതിന്റെ ശേഷം അവരുടെ എടുത്ത് ഇത് കയ്യിൽ എടുത്തു കൊടുക്കുന്ന ഒരാളെ മൊബൈലിന്റെ ആ മൊബൈലിലേക്ക് നമ്മളെ പേരും നമ്മളെ എത്ര സംഭവം വേണം, പാർസലാണ് ഈ പാർസൽ എന്നൊക്കെയുള്ള സംഭവം അതിൽ കാണിക്കും. അത് എടുത്തിട്ട് അവർ നമ്മളെ പേര് വിളിക്കും. അങ്ങനെ നമ്മുടെ ഊഴാകുന്ന സമയത്ത് നമുക്ക് ആ സാധനം എടുത്തു തരും. അതാണ് ഇവരെ ഈ കച്ചവടത്തിന്റെ ട്രെൻഡ് കിട്ടും. ഏതായാലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഓർഡർ കൊടുത്തു, സാധനം എനിക്കും കിട്ടി. 40ാമത്താണെങ്കിലും അവസാനം എനിക്ക് കിട്ടി. ട്രെൻഡിന്റെ ഒപ്പം ചായ കുത്തി കഴിക്കണം എന്നാ പറഞ്ഞത്. ചായ കുത്തി കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഏതായാലും ട്രെൻഡിന്റെ ഒപ്പം വീണ്ടും കാണുന്നത് വരേക്കും വണക്കം.